മാഡം ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. മാഡം ഇത് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക. എടോ ഓരോരോ കാര്യങ്ങളല്ലേ നോക്കാതിരിക്കാൻ പറ്റൂ. അല്ല അതൊക്കെ നോക്കണം, പക്ഷെ അത് നമ്മുടെ തലച്ചോറിനെയൊക്കെ ബാധിക്കും ഇങ്ങനെ ഫുൾ ടൈം നോക്കിക്കൊണ്ടിരുന്ന. ചുമ്മാ ആവശ്യമില്ലാതെ മനുഷ്യനെ പേടിപ്പിക്കരുത്. അത് ഇങ്ങനെ ആയി ആയി എന്തോന്നാവാൻ. മാഡത്തിന്റെ തലച്ചോറാ വലുതെങ്കിൽ മാറ്റിവെക്ക്. തലച്ചോറ് മാറ്റി വെക്കാനോ? തലച്ചോറല്ല, ഈ മൊബൈൽ ഫോൺ മാറ്റിവെക്ക്. മൊബൈൽ ഫോൺ അതൊക്കെ ആവശ്യങ്ങളൊക്കെ കഴിയട്ടോ മാറ്റി വെക്കാം. അല്ല അല്ല മാഡം, അത് അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. നമ്മുടെ ഫാമിലിയിൽ തന്നെ എല്ലാവരും ഇതിൽ അഡിക്റ്റഡ് അല്ലേ. അവരും കൂടി ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ സ്ഥിരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒന്ന് തടയിടണം. ഇത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും മാഡം. ഇന്നലെ രാത്രി തന്നെ ഞാൻ ഏകദേശം രാത്രി ഒരു 2:30 മണി വരെ ഞാനിങ്ങനെ മൊബൈലിൽ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിനകത്ത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടർ എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ അങ്ങോട്ട് പറയുന്നത്. അതൊന്നും അറിയാനും തനിക്ക് ഫോൺ നോക്കേണ്ടി വന്നു. 2:30 അത് ഇന്നലെ രാത്രി. ഇന്ന് നമുക്ക് പുതിയൊരു തീരുമാനം എടുക്കാം. അങ്ങനെ ഇന്നലെ വരെ തലച്ചോറിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ. അല്ല കുഴപ്പമില്ല. ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഉള്ളവരോടൊക്കെ തലച്ചോറിനെ രക്ഷിക്കാൻ വേണ്ടി ഫോൺ മാറ്റി വെക്കാൻ പറയണം. വെള്ളം തരാന്. ഇറച്ചിയല്ല പറഞ്ഞ വെള്ളം തരാന്. ഞാൻ ഇവിടെ പറഞ്ഞ വെള്ളം ഇതെന്തൊന്ന് ഇങ്ങനെ കുടിക്കണോ ഞാന്? വെള്ളം എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. നീ എന്താ ഈ കുന്തം വെച്ചോണ്ട് നടക്കുന്നത്? അമ്മായി അതുകൊണ്ട് അല്ല, ഈ ആഹാരം തരുന്ന സമയത്തെങ്കിലും ഇതൊന്ന് മാറ്റി വെച്ചൂടെ? ഈ വിളി തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. എനിക്കറിഞ്ഞൂടെ മോനെ, നേരം വിളകുമ്പോ തുടങ്ങും. അമ്മിണി, ആനന്ദം, ഇന്ദിര, ഈശ്വരി, ഉമ, ഊർമിള, അവിടെ തുടങ്ങി രമണി വരെ തീരുമില്ല. കാര്യം പറയുമ്പോ നീ എന്താ ചുമ്മാ കൂന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്? അച്ഛനോ? അർജന്റ്. അർജന്റ്. അമ്മ, അമ്മായി, അച്ഛൻ, അർജന്റ്. നീ ആരൊക്കെ ഉണ്ട്? നിനക്ക് ചെവിന്നൊന്ന് മാറ്റി വെക്കാൻ പറ്റുമോ? പൊന്നു ദൈവമേ, ഈ ഫോൺ ഇങ്ങനെ ഉപയോഗിച്ച് ഇവരുടെ തലച്ചോറ് നോക്കിക്കോ, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. തലച്ചോറ് മാത്രമല്ല ചെവി അടിച്ചു പോകും. അയ്യോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് അടിച്ചു പോയാൽ മതിയായിരുന്നു ഭഗവാനെ. ഏത് നേരം ചെവിയിൽ ഇതും വെച്ചോണ്ട്. രക്ഷപ്പെട്ടാ ഫോൺ റൂമിൽ വെച്ചാണോ വന്ന്? കൊറേ പ്രാവശ്യം റിങ് ചെയ്യുന്ന. അറിയില്ല, ഒരു നമ്പർ ആയിരുന്നു. അടുത്ത ആള്. എന്റെ കൊച്ചെ, നിനക്ക് കഴിച്ചുകൂടെ രാവിലെ വന്ന്? കഴിക്കാനാ വന്ന. സാജനായിരുന്ന എന്താ കാര്യം? അത് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ സാജ? ഞാൻ പറഞ്ഞതല്ലേ അത്. വേണ്ട കൊടുക്കണ്ട. റെഡി പേയ്മെന്റ് ആണെങ്കിൽ മാത്രം കൊടുത്താൽ മതി. കൊടുക്ക്. ഒന്ന് അവിടെ എവിടെയെങ്കിലും ചെന്ന് വിളിക്കൂ. അല്ല ഇവിടെ പറഞ്ഞ. അല്ല, ഇവിടെ എന്തോന്നാണ് ഈ നടക്കുന്നത്? ഒന്നും നടക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് പറയാം, കേട്ടല്ലോ? ഞാൻ പറയണ അങ്ങോട്ട് കേട്ടോണ്ടാ മതി. നിർത്തുന്നുണ്ടോ എല്ലാരും? ഞാൻ പിന്നെ വിളിക്കാം. കുറെ നേരം കൊണ്ട് എല്ലാവരും ഈ ഫോണും കൊണ്ടിരിക്കുന്നു. എന്തിനാ എല്ലാരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് നീ പറയുന്നത്? കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാനും ഒത്തൊരുമിച്ച് എന്തെങ്കിലുമൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കാനും. ചാവാൻ പോവാന്ന് പറഞ്ഞാൽ വെള്ളം തരാത്തവൻ അവൻ ഫോണും കിടക്കിക്കൊണ്ട് നടക്കുന്നു. എണ്ണി വാങ്ങിക്കാൻ അറിയാമല്ലോ അങ്ങോട്ട്. അവക്കൊരു 2000 കൊണ്ട് ഇവക്ക് ഒരു 1000 കൊണ്ടെന്ന് പറഞ്ഞു. എന്താ എന്റെ മോനെ ഇത്? അല്ല, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. ഇതൊരു ദിവസം ഈ ഫോൺ ഇല്ലാതെ ഇവിടുന്ന് ജീവിച്ചു നോക്കണം, എന്തെങ്കിലും അറിയത്തുള്ളൂ അതിന്റെ ഒരു സുഖം. എല്ലാത്തിനും കൂടെ തലച്ചോറടിച്ച് പോകാനുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആ മാനേജർ രാവിലെ വന്ന് പറഞ്ഞപ്പോ എനിക്ക് ആകെ മൊത്തം ഒരു പേടി. അമ്മ, എനിക്കെന്തായാലും ഫോണില്ലാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ആണോ? അത് നേരാ. കാരണം നീ ജനിച്ച് വീണപ്പോഴേ കൈ ഫോണുമായിട്ടാണല്ലോ വന്നത്. ചേച്ചി എന്റെ അടുത്ത് ഇതുവരെ അങ്ങനെ പറഞ്ഞില്ല. ഏത് ഫോണായിരുന്നു കയ്യിലുണ്ടായിരുന്നത്? ഫോണ്. പണ്ടൊക്കെ ആൾക്കാരുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ ഒരു വിഷമമുണ്ടെങ്കിൽ കുടുംബത്തിലുള്ളവർക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാൻ പറ്റും. ഇന്ന് ആർക്കാ നോക്കാൻ നേരം? ഫോണിലോട്ട് നോക്കിയില്ലേ ഇപ്പൊ ഇതുപോലെ. അയ്യോ. അല്ല,
അമ്മ പറയണത് ശരി തന്നെയാണ്. ആ. പക്ഷെ ഇതിപ്പോ ഇല്ലാതെ ജീവിക്കാൻ പറ്റൂലല്ലോ അമ്മ. മാറിപ്പോയി കൊച്ചമ്മ, പുതിയ യുഗമല്ലേ, നല്ല മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയല്ലേ. എടാ പണ്ടുള്ളവര് നല്ല സുഖമായിട്ട് ജീവിച്ചു ഫോണില്ലാതെ. എന്താ കാര്യം എന്നറിയാവോ? വിവരമുണ്ട്, ബുദ്ധിയുണ്ട്, ലോകപരിചയമുണ്ട്. അതൊന്നും ഇല്ലെങ്കിൽ ഇതേലോട്ട് നോക്കിയെങ്കിലേ എല്ലാം മനസ്സിലാവൂ. ഇപ്പോഴ് അതാ അവസ്ഥ. ഞാനൊരു കാര്യം പറയാം. ഇന്ന് മുതല് ഒരു ദിവസത്തേക്ക് ഇവിടെ ആരും ഫോൺ ഉപയോഗിക്കാത്തൊരു വ്യവസ്ഥ കൊണ്ടിടണം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.